ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. ഡോക്ടർ, റീസെൻ്റ്ലി ആയിട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിന് ഭയങ്കര പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട് ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച്, പക്ഷെ റീസെൻ്റ്ലി ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന എന്തുകൊണ്ടായിരിക്കും? ഒരു ഫങ്ഷണൽ ആസ്പെക്റ്റിൽ പറഞ്ഞുതരാം. ഓക്കെ, അതായത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ഡെവലപ്പ്. ഓക്കെ, ഇനി വർഷങ്ങളായി കിടക്കുന്ന പ്രശ്നങ്ങൾ അൺറിസോൾവ് ആയിട്ട് കിടക്കുന്ന കാരണമാണ് അങ്ങനെ ഒരു ഹാർട്ട് ഡിസീസ് വരുന്നത് തന്നെ. അതൊരുപാട് കാര്യങ്ങൾ, ഇറ്റ്സ് നോട്ട് വൺ പെർട്ടിക്കുലർ ആൻസർ, ഒറ്റ റീസൺ അല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സംസാരിച്ച പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാൽ ചെക്ക് ചെയ്യുമ്പോൾ ഡയബറ്റീസ് ഉണ്ടോ? ഇല്ല, പക്ഷേ ബോർഡർ ലൈൻ ആയിരിക്കും. ഇത് കുറേ കാലങ്ങളായി ശരീരത്തിൽ നിന്ന് ഗ്രാജുവലി യു ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ ഹാർട്ട് ഡിസീസ്. ഓക്കെ, സെക്കൻഡ്, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ലോങ് ലൈഫ് ജീവിക്കാൻ വേണ്ടി, ഹെൽത്തി ലോങ് ലൈഫ് ജീവിക്കാൻ വേണ്ടി ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഒരു ഗുഡ് സ്ലീപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനൊരു 2-3 വർഷമായിട്ട് 3 hours 4 hours ഒക്കെ മാക്സിമം ഉറങ്ങാൻ പറ്റാറുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 hours മാക്സിമം ഉറങ്ങാൻ പറ്റാറുള്ളൂ. അതിനുശേഷം എനിക്ക് ഉറക്കം കിട്ടാറില്ല. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കും, ഇസ് ഇറ്റ് ന്യൂ? എല്ലാം നിങ്ങൾ ചെറുപ്പം മുതലേ ഒരു 5-6 hours മാത്രം ഉറങ്ങുന്ന ആളാണോ? അത് ന്യൂ ആണെങ്കിൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് യു ഹാവ് ടു സോൾവ് ഇറ്റ്. ഓക്കെ, ഒരു 3-4 hours മാത്രം ഉറങ്ങിയതിനെ കൊണ്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ഈ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ഹീലിംഗ് ടൈം ഫോർ യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉറക്കം കുറയുമ്പോൾ എന്താ പറ്റുക? ആ സ്ലീപ്പിംഗ് ടൈം കുറയുമ്പോൾ ഹീലിംഗ് ടൈം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ടു റിസോൾവ് ഈസ് ഇഫ് യു ആർ സ്ലീപ്പിംഗ് ലെസ്, അത് എന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിച്ച് ട്രൈ ടു സ്ലീപ്പ് ഡീപ്പർ ആൻഡ് ബെറ്റർ. ഹൈ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് അവർ ലൈഫ്, റൈറ്റ്? നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമോ? സ്ട്രെസ്സും സോൾവ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പ്രഷർ ആൻഡ് സ്ട്രെസ് ഫീലിംഗ് റെഡ്യൂസ് ആവുകയാണെങ്കിൽ ഡു ദാറ്റ്.